ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് പോകുന്ന വഴിക്കതേ നമ്മുടെ പഴയ ബൊഗൈൻവില്ല കണ്ടു. അതേ ബൊഗൈൻവില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ എടുക്കാറുള്ള ബൊഗൈൻവില്ല. അവിടെ കുറച്ച് നേരം നിന്ന് ബൊഗൈൻവില്ലയൊക്കെ നോക്കി നേരെ പമ്പിലേക്ക് ചെന്നു. പോകുന്ന വഴിക്കതേ നമ്മളിങ്ങനെയാണ് ബാഗ് ഇടാറ്. എന്താണെന്ന് വെച്ചാൽ കാറ്റ് രാവിലെ നല്ല തണുത്ത കാറ്റായിരിക്കും. ആ കാറ്റ് നെഞ്ചിലടിച്ച് കഫക്കെട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബാഗിൽ ഇങ്ങനെയാണ് ഇടാറ്. പിന്നെ അതൊക്കെ ഇട്ടു കൊച്ചിൻ എക്സ്പ്രസ് വന്നു. നല്ല 100 വെഡിയമ്പൊക്കെ സർവീസാണ്. അത് കഴിഞ്ഞ് നേരെ പമ്പിലേക്ക് ചെന്നു. പമ്പിൽ ചെന്നപ്പോൾ വണ്ടീന് മേലെ മൊത്തം ഈയലങ്ങനെ തുടയ്ക്കാൻ വേണ്ടി ഒരു ബ്രഷ് എടുത്ത് വണ്ടീന് മേലെ കയറി ഈയലൊക്കെ തുടച്ചു. ലൈറ്റിനടി വെച്ചുകൊണ്ട് ഫുൾ ഈയലാണ്. പിന്നെ ഈയലൊക്കെ തുടച്ച് അത് കഴിഞ്ഞത് ജിബി വന്നു. ഇവനാണ് ഡ്രൈവർ. ഇവൻ ഡ്രൈവറുമാണ്, കണ്ടക്ടർ ഡ്യൂട്ടി എടുക്കും. ഞങ്ങൾ രണ്ടാളുമാണ് ഇന്ന് ഡ്യൂട്ടി. അങ്ങനെ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് നേരെ സ്റ്റാൻഡിലേക്ക് വന്നു. പോകുന്ന വഴിക്കത് കണ്ണനെ കണ്ടു. കണ്ണനോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ കാപ്പി കുടിക്കാൻ പോയി. അങ്ങനെ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ രാജേട്ടൻ പോകുന്ന വഴിക്കത് സാവു ചേട്ടനെ കണ്ടു. സാവു ചേട്ടൻ നമ്മളങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ സാവു ചേട്ടൻ ഇങ്ങോട്ട് ഒരു വീഡിയോ എടുക്കുക. ഞാൻ കാപ്പി കുടിക്കാൻ ചെന്നപ്പോൾ KP രാജേട്ടനെയും കണ്ടു. പിന്നെ നൈസായിട്ട് ചായ കുടിച്ചു. അവിടുന്ന് നേരെ ട്രിപ്പ് എടുത്ത് വന്നു. GB ഡ്രൈവർ ഡ്യൂട്ടിക്ക് കയറി. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഡ്യൂട്ടി എടുക്കുന്നു. രണ്ടാളും 2 ഡ്യൂട്ടി എടുക്കും. പിന്നെ നേരെ ട്രിപ്പൊക്കെ എടുത്ത് വന്നു. വരുന്ന വഴിക്കത് നമ്മുടെ മീൻകുട്ടൻ കഴിഞ്ഞ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അബിയെ കണ്ടു. ഇവൻ നമ്മുടെ കൂടെയുള്ളതാണ് അബി. അവൻ ആയൊക്കെ പറഞ്ഞ് പിന്നെ നേരെ ട്രിപ്പ് എടുത്തു. ഞാൻ ഡ്രൈവർ ഡ്യൂട്ടി എടുത്തു. GB കണ്ട ഡ്യൂട്ടി എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ജുറാസിക്കിലാണ് പോകുന്നത്. അവിടെ ചെന്ന് സെൽഫ് സർവീസാണ്, സ്വന്തമായിട്ട് എടുത്തു. ഫുഡൊക്കെ കഴിച്ചു. ട്രിപ്പ് എടുത്തു വന്നു. വരുന്ന വഴിക്ക് ഗൗതം കണ്ടു. ഇത് BS3 അടിപൊളിയാണ്. BS3 ഒരു ജെൽ ലൈലൻഡിൻ്റെ സ്റ്റിയറിംഗ് ആണിത്. ഇതാണ് ശരിക്കും ലൈലൻഡിൻ്റെ ട്രേഡ് മാർക്ക് സ്റ്റിയറിംഗ്. പിന്നെ ഞങ്ങൾ നേരെ ട്രിപ്പൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ചെന്നു. ഞങ്ങളുടെ അശോകാമസ് ഉണ്ടായിരുന്നു. അത് പഴയത് മാറ്റിയപ്പോൾ പുതിയത് തന്നു. അവിടെ ചെന്നു. ലൈറ്റായിട്ട് ചോറാണ് വാങ്ങിയത്. ചോറും സാമ്പാറും കുറച്ച് സൈഡും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബീഫ് ഫ്രൈയും പറഞ്ഞു. അതൊക്കെ കഴിച്ചിറങ്ങാൻ നേരത്തെ കിങ്സ് ഹോളിഡേയ്സ്, ഇത് നമ്മുടെ ജിയോ ചേട്ടന് വണ്ടിയാണ്. പിന്നെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞു. വണ്ടി സ്ഥലത്ത് തന്നെ വെച്ച് നേരെ ബാഗ് എടുത്ത് ചാച്ചനോട് കയറിപ്പോയി. മുടി വെട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ബാർബർ ഷോപ്പിൽ ചെന്ന് മുടിയൊക്കെ വെട്ടി. പിന്നെ ഡ്രസ്സൊക്കെ മാറി. ഇനി ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവിടെ ചെന്ന് വണ്ടി എടുത്ത് പമ്പിലേക്ക് പോയി. എന്താ വെച്ചാൽ നമ്മൾ എണ്ണ അടിച്ചായിരുന്നു. വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ പമ്പിൽ ചെന്നു. എണ്ണയൊക്കെ അടിച്ചു. നമുക്കിന്ന് എണ്ണ അടിച്ച മണിയാട്ടനാണ്. ഇന്നും അതെ മണിയാട്ടൻ നമുക്ക് എണ്ണയൊക്കെ അടിച്ചു തന്നു. അതിന് നമ്മളൊരു ഫംഗ്ഷന് പോയി. ഇവനുണ്ടല്ലോ, ഇവൻ സിജോ. ചെറുപ്പം തൊട്ട് എൻ്റെ ഫ്രണ്ടാണ്. ഇവൻ എന്നെ എന്തൊക്കെയോ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പണ്ടത്തെ ചെറുപ്പത്തെ ഓരോ കൃതികൾ പറഞ്ഞാൽ കളിയായിക്കൊണ്ടിരിക്കും. ആളെ ഫലിതപ്രിയനാണ്. ഈ കാണുന്ന ധനേഷേട്ടൻ. ഈ ധനേഷേട്ടൻ്റെ പെരേക്കയറി കൊള്ളാണെന്ന്. അപ്പോൾ നമ്മൾ രാത്രിയാണ് പോയ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട്. നമ്മൾ ചെന്നപ്പോഴേ ബാക്കിയുള്ളവർക്ക് ഫുഡൊക്കെ കഴിക്കായിരുന്നു. അവർ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളും ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ്, ചിക്കൻ കറി, ഈ ചിക്കൻ ചില്ലി. ഇത് അടിപൊളി ആണ്. ഈ ചിക്കൻ ചില്ലിയാണ് ഹൈലൈറ്റ്. ചിക്കൻ ചില്ലി നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ പണിക്കാർ, സ്റ്റാഫ് എല്ലാവരും കൂടി, പിന്നെ ധനേഷേട്ടൻ്റെ ഫാമിലിയും ഉൾപ്പെടുത്തി എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തു നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ചെന്നു.